യൂട്യൂബിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പാട്ട് കേൾക്കാറില്ല. ഇനിയും വരും, അത് ഇനിയും വരുന്നുണ്ട്. സെയിം പാട്ടല്ല, കാതോരത്തിലെ പാട്ടുകൾ തന്നെ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പടമാണ്. ഞാൻ ഒരു കാര്യം ഐ ജസ്റ്റ് വാണ്ട് ടു സേ, എൻ സർഗസൗന്ദര്യം ഇപ്പോൾ ഒരു പടത്തിൽ ഒരു ഹീറോ ഞാനായിട്ട് അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു പടമാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ പിന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് ബേസിക്കലി ഇഷ്ടമായ സിനിമയാണത്. എനിക്ക് ബേസിക്കലി കാരണം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കഥ അതിൽ മെനഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ ദ ഫസ്റ്റ് പാർട്ട്. പല പാട്ടും വീണ്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അങ്ങനെ വരാനിരിക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ? അങ്ങനെ ഇപ്പം നീയൻ സർഗസൗന്ദര്യം ഇപ്പോൾ ഒരു പടത്തിൽ ഒരു ഹീറോ ഞാനായിട്ട് അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു പടമാണ്. അതിൽ ഫുൾ ആ പാട്ട് ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും ബാബുരാജൊക്കെ ചെയ്ത പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എനിക്കും എൻ്റെ വൈഫിനും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എവറി 3 seconds the photos will be saying the story. Through photos, still photos. But every 3 seconds it will keep on changing. There will be some narration, some music. മച്ചാൻ്റെ മാലാഖ റിലീസായ അതിപ്പോൾ നൗ ഇറ്റ്സ് ഓൺ OTT പ്ലാറ്റ്ഫോം. അത് വിചാരിച്ച പോലെ അങ്ങോട്ട് വലിയ ഒരു സംഭവം ഒന്നും ഉണ്ടാക്കിയില്ല. അത്യാവശ്യം നല്ലൊരു പടം, കൊച്ചു പടം, ഫാമിലിക്ക് കാണാവുന്ന പടമാണ്. പക്ഷെ അത് ഇറങ്ങിയ സമയത്ത് പരീക്ഷയും മറ്റതൊക്കെ ആയിട്ട് അത് വിചാരിച്ച പോലെ അത് ക്ലച്ച് പിടിച്ചില്ല. ഇപ്പം ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായേനെ. വെക്കേഷനിലെ അതാണല്ലോ, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. നിങ്ങൾ യു വിൽ വണ്ടർ, യു നോ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ദാറ്റ് ഫിലിം. ഇറ്റ് ഈസ് എ ഫീച്ചർ ഫിലിം. അവാർഡിനൊക്കെ അയക്കും. ഇറ്റ് ഈസ് എ ഫീച്ചർ ഫിലിം. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് 12 lakhs. വൈലോപ്പള്ളി ശ്രീധര മേനോൻ, അദ്ദേഹം എൻ്റെ ക്ലാസ് ടീച്ചറാണ്, എൻ്റെ ഗുരുവാണ്. മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്തു വിശേഷം. ഓരോ കാലഘട്ടത്തിലെ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുണ്ടിലും മനസ്സിലും ഒക്കെ ആ പാട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അങ്ങനെ നമ്മളൊരു പാട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും അതേ മ്യൂസിക് ഡയറക്ടറുടെ അടുത്തൊരു ഹിറ്റ് ഗാനം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെയുള്ള ലെജൻഡറി മ്യൂസീഷ്യനായ ഔസേപ്പച്ചൻ സാറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഓരോ സമയത്തും ഓരോരോ പാട്ട് ഇട്ട് കൊടുക്കലാണ് സാറിൻ്റെ ഒരു രീതി. അതിപ്പോൾ ഒരുപാട് വർഷമായിട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറിന് ഇങ്ങനെ ഒരു ജോണറിലുള്ള പാട്ട് എന്നൊന്നും ഇല്ല. എല്ലാ ടൈപ്പ് പാട്ടും സാറ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അടിപൊളി പാട്ടാവട്ടെ, നല്ല മെലഡിയസ് സോങ് ആവട്ടെ. സാറിന് ഏത് തരം പാട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ സാർ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന പാട്ട് ഏത് ടൈപ്പിലുള്ളതാണ്? ഞാൻ ചെയ്യുന്ന എല്ലാ പാട്ടും 100% അതിനിഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ഓരോ തരത്തിൽ പാട്ട് കേൾക്കുന്നവർക്കാണ് സെലക്ഷൻ. ഉണ്ടാക്കുന്ന ആൾക്ക് സെലക്ഷൻ പാടില്ലല്ലോ. നമ്മളെല്ലാ പാട്ടും ഉണ്ട്. പക്ഷേ ഏത് പാട്ടും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഏത് ജോണറായാലും നമ്മൾ പിടിക്കുന്ന ജോണറിൽ ഒരു നീതി പുലർത്താൻ നോക്കണം. നമ്മൾ പലതരത്തിലുള്ള എന്താ പറയുക, കുറേ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, മറ്റ് കൾച്ചർ ഇൻഫ്ലുവൻസ് ഒക്കെയുള്ള പാട്ടുകൾ ചില സമയത്ത് നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് മാക്സിമം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും. കാരണം നമ്മൾ ബേസിക്കലി നമ്മളൊരു മലയാളം പാട്ട്, മലയാളിയായ പാട്ട്, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളെന്ന് അതും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ആസ്വാദനമൊക്കെ ഇത്തിരി മോശമാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടെക്നിക്കലായിട്ടാണ് പാട്ടിനെ ഞാൻ നോക്കി കാണുന്നത്. അത് എല്ലാ പാട്ടിനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കാൻ എനിക്ക് പറ്റും. അത് ഇപ്പോൾ വെസ്റ്റേൺ ആയാലും ഈസ്റ്റേൺ ആയാലും കർണാട്ടിക് ആയാലും ലൈറ്റ് മ്യൂസിക് ആയാലും, ഇപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണെങ്കിലും ഭക്തിപ്പാട്ടുകളോട് പൊതുവിൽ ഞാൻ അങ്ങനെ അധികം എനിക്കത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിരസം വിട്ട് മാറുന്ന പാട്ടുകളായതുകൊണ്ട് അതിൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ബാക്കി പാട്ടുകളൊക്കെ നമ്മളുണ്ടാക്കുന്നത് എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു പക്ഷപാതമില്ല പാട്ടിൽ. അങ്ങനെ എല്ലാ തരത്തിലുള്ള പാട്ടുകളും കേൾക്കുന്ന ആസ്വദിക്കുന്ന ആളായതുകൊണ്ട് തന്നെയായിരിക്കും സാറിൻ്റെ പാട്ടുകളിലും ആ ഒരു വ്യത്യസ്തത വരുന്നതും എല്ലാ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തൊക്കെയോ എലമെന്റ്സ് അതിൽ ഉണ്ടാവുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയായിരിക്കും. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ അത് അതിൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ അത് ലക്കാണെന്ന് പറയും. കാരണം ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടും എന്നുള്ളത് കോമൺലി നമ്മൾക്ക് അത് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പല പാട്ടുകളും നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടതുണ്ടാവും. അതൊന്നും നമ്മൾ വിചാരിച്ച പോലെ അക്സെപ്റ്റ് ചെയ്യപ്പെടണമെന്നില്ല. ജനങ്ങൾക്ക് ജനങ്ങളുടേതായിട്ടുള്ള ഒരു
എന്താ പറയുക നൊസ്റ്റാൾജിക്കൽ ടച്ച് കിട്ടുമ്പോഴാണ് ജനങ്ങൾ പാട്ട് ഇഷ്ടപ്പെടുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പഴയ പാട്ടുകൾ വീണ്ടും ഇപ്പോൾ ഇറക്കുമ്പോൾ ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നത്. അത് വളരെ നന്നായിരുന്നെങ്കിൽ അന്നേ ഇഷ്ടപ്പെടേണ്ടതായിരുന്നു. അന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്ന ഈ കൂടുതൽ വൈറലായി ഭയങ്കര ഒരു സംഭവം ആകുക എന്ന് പറയുന്നതൊക്കെ ശേഷം ഇപ്പം ഇറങ്ങുമ്പോൾ, കാരണം ഒരു 25 കൊല്ലം 35 കൊല്ലം 40 കൊല്ലം ബാക്കിലോട്ട് പോവുകയാണ് എല്ലാവരും. നമ്മളൊക്കെ വയസ്സാകാനല്ലല്ലോ നമുക്ക് താല്പര്യം. നമുക്ക് നമ്മുടെ ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു മോഹം എല്ലാവരുടെ മനസ്സിലുണ്ട്. പ്രായമാകും, അത് അതിൻ്റെ ഇതാണ്, റൂളാണ്. പക്ഷേ എങ്കിലും നമ്മളത്, അപ്പോൾ ഈ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ നമ്മളുടെ മനസ്സിനും ഒരു സുഖം കിട്ടും, മനസ്സിനൊരു ചെറുപ്പം കിട്ടും അല്ലേ. പഴയ കാലത്ത് പാട്ടല്ല മെയിനായിട്ട് ഇവൻ കേൾക്കുന്നത്, ഇവൻ എന്ന് പറയുന്നത് ഓഡിയൻസ്, ആ ശ്രോതാവ് കേൾക്കുന്നത് പാട്ടൊരു ബാക്ക്ഡ്രോപ്പായിട്ടാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ ഹീസ് റിക്കളക്റ്റിംഗ് ഓൾ ഹിസ് ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി എല്ലാം. ഒരു മകൻ വളർന്നു ഇപ്പോൾ വലിയ താടി മീശയൊക്കെ വെച്ച് താടി നരച്ച മുടിയൊക്കെ ആയിട്ടിരിക്കുന്ന മക്കൾ പോലും ചെറിയ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന കാലഘട്ടം ഓർമ്മ വരുന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു സുഖമുണ്ടല്ലോ. ആ സുഖം പെട്ടെന്ന് നമുക്ക് അതിനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പാട്ടാണ് പെട്ടെന്ന് കൊണ്ടുപോവുക. ചിലപ്പോൾ ചില മണങ്ങൾ, നമ്മളൊരു പ്രത്യേക സ്ഥലത്തൊരു മണം വരുമ്പോൾ നമുക്ക് പണ്ടത്തെ ഇത് ഈ പൗഡർ കുട്ടിക്കൂറ പൗഡറോ അല്ലെങ്കിൽ ഒരു സെൻറ്റ് നമ്മുടെ പേരൻസ് മുതിർന്നവരൊക്കെ ഉപയോഗിച്ചിരുന്ന അന്ന് കാലത്ത് ഇപ്പം ഇത്രത്തെ ലേറ്റസ്റ്റ് സ്പ്രേ ഒന്നുമില്ല. ഇപ്പം എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സെൻറ്റ് പോലത്തെ ഒരു സാധനം മണം വരുമ്പോൾ നമുക്ക് അപ്പോൾ ഓർമ്മ വരും നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ചെറുപ്പകാലം ഓർമ്മ വരും എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതൊക്കെ വളരെ റെയറാണ്. പക്ഷെ പാട്ടെന്ന് പറയുന്നത് വേറെ ഒരു തരത്തിലാണ് അത് എടുത്തുകൊണ്ടുപോകുക. സാറ് ചെയ്തതല്ലാതെ സാറിന് ഇങ്ങനെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന, ചെറുപ്പത്തിൽ ഒരുപാട് കേട്ടിരുന്ന അല്ലെങ്കിൽ പാടി നടന്നിരുന്ന പാട്ട്? അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. എന്തോരം പാട്ടുകളാണ്. ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും ബാബുരാജൊക്കെ ചെയ്ത പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എനിക്കും എൻ്റെ വൈഫിനും ഭയങ്കര പ്രിയപ്പെട്ടതാണ്, എല്ലാവർക്കും. നിങ്ങളിങ്ങനെ സാധാരണ ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്യുന്ന ടൈമിലൊക്കെ പാട്ട് കേൾക്കാൻ തന്നെയാണോ സാറിന് ഇഷ്ടം? എനിക്ക് പാട്ട് കേൾക്കൽ വളരെ ചുരുക്കമാണ്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. ഇപ്പോൾ ആ പാട്ടുകളൊന്നും എനിക്ക് ഒന്നാമത് കേൾക്കാൻ നേരമില്ല. കാരണം ആ പാട്ടുകൾ കേൾക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് ഉണ്ടാക്കുന്ന തോട്ട് പ്രോസസ്സിങ് ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ നാളെ റെക്കോർഡിംഗ് ഇല്ലേ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഒരു റെക്കോർഡിംഗ് മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കായിരിക്കും ഫുൾ കോൺസെൻട്രേഷൻ. ചെറിയ പടമായാലും ചെറിയ പാട്ടായാലും അതിനു വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കും. അത് എൻ്റെ ഒരു രീതി. എല്ലാവരും അങ്ങനെ വേണമെന്നില്ല. പെട്ടെന്ന് പണി കഴിഞ്ഞ് അങ്ങോട്ട് പോയി അടുത്ത പണിയിലേക്ക് പോകുന്നത് അത് അന്നത്തെ രീതി. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വേറെ എൻ്റർടൈൻമെൻറ്റ് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് മാത്രമേ എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അന്ന് കാലത്ത് കേട്ട പാട്ടുകളൊക്കെ എവിടെയെങ്കിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ്ട് വിട്ട് അതിന് വേണ്ടിയിരിക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ വൈഫ് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിലോ അല്ലെ എവിടെയെങ്കിലും ഈ പഴയ പാട്ട് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നുമ്പോൾ നല്ല മൂടൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ പാട്ട് പാടി അത് അതിനേക്കാൾ ഇഷ്ടമാണ്, മധുരമാണ് അവൾക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. വൈഫ് സാറിന്റെ കൂടെ കൂടിയ പിന്നെയാണോ ഈ പാട്ടിനോടുള്ള ഒരു എപ്പോഴും പാട്ടായത്? അല്ലല്ല, ഞാൻ ബേസിക്കലി 15-16 വയസ്സുള്ളപ്പോൾ തൊട്ട് വയലിൻ വായിച്ചു തുടങ്ങിയതല്ലേ. എൻ്റെ ലൈഫ് മ്യൂസിക്കുമായിട്ട് മാത്രമാണ് ഞാൻ വളർന്നത്. അല്ല, വൈഫ് സാറിന്റെ കൂടെ കൂടിയതിന് ശേഷമാണോ വൈഫ് ഇങ്ങനെ എപ്പോഴും പാട്ട് കേൾക്കാനൊക്കെ തുടങ്ങിയത്? അല്ല, ഒരിക്കലും അല്ല. അവള് ചെറുപ്പം മുതലേ പാട്ട് പുസ്തകം എഴുതി വെച്ചിട്ട് പാട്ട് ബൈ ഹാർട്ടായിട്ട് പഠിക്കുക, അങ്ങനത്തെ ക്രേസുള്ള. അപ്പോൾ പാട്ടിനോട് ഭയങ്കര കമ്പമായിരുന്നു. അപ്പോൾ അവള് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ പാട്ട് ഉള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അവൾക്ക് വരാൻ പറ്റിയതിലുള്ള സന്തോഷം അവൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ സാധാരണ ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പാട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ടൈം ആ പാട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും മൂളി നടക്കുക ആ പാട്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ സാറിനെ സംബന്ധിച്ച് ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത പാട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് കഴിഞ്ഞ് അടുത്തതിൽ പോകണല്ലോ, അത് ബ്രേക്ക് കിട്ടാറുണ്ടോ? ഇതിന്റെ ഒരു ടച്ച് അടുത്തേക്ക് വരാൻ? അങ്ങനെയില്ല. അതായത് ഇതുവരെയ്ക്കും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക് കിട്ടില്ല. അങ്ങനെ ബ്രേക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ നേരെ എനിക്ക് എൻ്റെ കൂടെ കൊണ്ടുവരുന്നത് എൻ്റെ വയലിനുണ്ട്. ഞാൻ കുറച്ച് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യാം. പക്ഷെ ഒരു പാട്ട് ഞാൻ ചെയ്യുന്ന ഒരുപാട് സമയം എടുക്കും. ഞാൻ ആ പാട്ട് കൂടുതൽ ആസ്വദിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്നിട്ട് അത് ആദ്യമായിട്ട് കേൾക്കുന്നത് വരയ്ക്കും എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ഇന്നിപ്പോൾ യൂട്യൂബിലാണ് റിലീസ് ചെയ്യുന്ന പാട്ടുകളൊക്കെ അല്ലേ. യൂട്യൂബിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പാട്ട് കേൾക്കാറില്ല. അത് കാറ്റിൽ
പറത്തി വിട്ടു. അത് ഇനി ഓഡിയൻസ് ഇനി അവർ പറയുന്നത് കേട്ട് നല്ലതോ ചീത്തയോ പറയുന്നത് കേൾക്കുന്നതിലുള്ളൊരു ത്രില്ലാണ് എനിക്കുള്ളത്. എനിക്ക് പിന്നെ പാട്ട് ആസ്വദിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ അല്ല അത്. പിന്നെ ഇറ്റ്സ് ലെഫ്റ്റ് ടു ഓഡിയൻസ്. നമ്മളൊരു ക്രിയേഷൻ ഉണ്ടാക്കി നമ്മളത് എന്താ പറയുക വിറ്റ് കഴിഞ്ഞു, പിന്നെ നമ്മൾക്കില്ല അല്ലേ. നമ്മുടെ ഒരു വീട് വലുതായിട്ട് കെട്ടിയിട്ട് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടു, ഒരു 5 കൊല്ലം 10 കൊല്ലം താമസിച്ചു, എന്നിട്ട് ആ വീട് നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വീട് കാണാനൊന്നും വലിയ താല്പര്യം പഴയ വേറെ ഓർമ്മയൊക്കെ വരും. ഞാനിപ്പോൾ എൻ്റെ മദ്രാസിലെ വീട് ഒരാൾക്ക് കൊടുത്തു, അയാൾ എൻ്റെ വലിയൊരു ഇഷ്ടക്കാരനാണ്. അവിടെ പോകുമ്പോൾ അവിടെ താമസിക്കാൻ പറയും, ഞാൻ പോവാറില്ല, കാരണം അത് നമ്മൾ കൊടുത്തത് നമ്മുടെ അല്ല. അപ്പോൾ അതുപോലെ പാട്ടുണ്ടാക്കി അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ലിസൺ, ഞാൻ പിന്നെ അത് ആസ്വാദനം തുടങ്ങുന്നത് ആക്ച്വലി ബേസിക്കലി. പക്ഷെ ആ പ്രോസസ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക ത്രില്ലടിച്ച്, ഇപ്പോൾ ഒരു കാര്യമില്ലാണ്ട് ത്രില്ലടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരിപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്. ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റില്ല, ലോ ബഡ്ജറ്റിലുള്ളൊരു പടമാണ്. അത് ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിൽ ഒരു പയ്യൻ ചെയ്യുന്നതാണ്, വളരെ ലോ ബഡ്ജറ്റിൽ. അപ്പം അതിൽ പാട്ടുകൾ 7 പാട്ടൊക്കെ ഉണ്ട്. 7 പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ 2 മിനിറ്റിൻ്റെ പാട്ടുകളാണ്. മലയാളികൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണത്. വേറൊന്നുമില്ല, വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കൃഷ്ണാഷ്ടമി എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ നിന്ന് അവർക്ക് അതിൻ്റെ റൈറ്റ്സ് വാങ്ങി കാശ് കൊടുത്ത് ചെറിയ പൈസ, അങ്ങനെ അതിൻ്റെ കഥയെടുത്ത് ആസ്പദമാക്കിയിട്ട് ഒരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ട് ഒരു പടം ചെയ്യാണ് ഒരു പയ്യൻ. ഡിഫറെൻറ്റ് പിക്ചറാണ്, ഡിഫറെൻറ്റ് സബ്ജക്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇതുവരെയും നമ്മൾ സിനിമയിൽ കാണാത്ത പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. എവറി 3 seconds the photos will be saying the story. Through photos, still photos. പക്ഷേ every 3 seconds it will keep on changing. There will be some narration, some music. അങ്ങനെ അത് എനിക്ക് തോന്നുന്നു ഒരു 75 മിനിറ്റ് ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോഴേക്കും ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ പാട്ടുകൾ വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞ് വളരെ ലോ ബഡ്ജറ്റാണ്. പക്ഷേ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യുന്ന അത്രയും കോൺസെൻട്രേഷൻ. ഇപ്പം എത്ര മണിക്കൂറുകളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഡബിൾ ഓക്കെ, 100 times ഓക്കെ എന്ന് പറഞ്ഞാലും ഞാൻ അത് മിരിക്കും സമയമുള്ളിടത്തോളം. റിലീസാവുന്നവർക്ക് ഐ വിൽ ബി കീപ്പ് ഓൺ ഒബ്സർവിങ് ഇറ്റ്. അവിടെ ഒരു എല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്. ദർ ഈസ് നോ ലിമിറ്റ് ഫോർ ദ പെർഫെക്ഷൻ അല്ലേ. പെർഫെക്ഷൻ എവിടെയെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് മൈ വേ ഓഫ് ഡൂയിങ്. അപ്പോൾ സാറ് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടാണോ അടുത്ത സിനിമയുടെ വർക്കിലേക്ക് പോവുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ചില സമയത്തൊക്കെ ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇല്ല. ചില സമയത്തൊക്കെ 2-3 സിനിമയൊക്കെ 2 പടത്തിൻ്റെ റീറെക്കോർഡിങ്, ഒരു സിനിമയുടെ പാട്ടുകൾ, അതൊന്നും നമുക്കൊരു ഇഷ്യൂ അല്ല. നമ്മളൊരു സിനിമയിലേക്ക് കയറുമ്പോൾ ഫുൾ അതിലേക്ക് കയറി, മറ്റതൊക്കെ മറന്നു. ഇത് വിട്ട് അടുത്തേക്ക് പോകുമ്പോൾ അതിലേക്ക് കയറി. അവിടെ ഒരു റീറെക്കോർഡിങ് നടക്കുന്നു, ഇവിടെ ഒരു റീറെക്കോർഡിങ് നടക്കുന്നു. അവിടുത്തെ ഇനിയൊരു സ്റ്റുഡിയോയിൽ റീറെക്കോർഡിങ്, അന്നിപ്പോൾ എൻ്റെ സ്വന്തം സ്റ്റുഡിയോ ഒന്നുമില്ല, അവിടെ വേറെ സ്റ്റുഡിയോയിൽ അവിടെ പോയി നമ്മളതൊക്കെ അറ്റൻഡ് ചെയ്ത് അത് ശരിയാക്കി തൊട്ടിപ്പുറത്ത് വന്നിട്ട് ഇവിടുത്തെ റീറെക്കോർഡിങ് ശരിയാക്കി നടുവിൽ പാട്ടിൻ്റെ കാര്യങ്ങൾ നോക്കി അതൊക്കെ നമ്മൾ ചെയ്തു പോകും. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക്. അത് തന്നെയാണ് പറയുന്നത് ലെജൻഡറി മ്യൂസിഷ്യൻ ആണ് എന്ന്. അങ്ങനെയൊന്നും നിങ്ങൾ ഈ പറയുന്ന ലെജൻഡറിക്ക് ഉള്ള അർത്ഥത്തിനുള്ള പര്യാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ള ഒരാളാണ് ഞാനെന്നൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പാട്ടുകൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് കുറേ റെക്കഗ്നീഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേട്ട് നോക്കുമ്പോൾ അത് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടായിരിക്കും. അത് ഓരോ കാലഘട്ടത്തിലും പാട്ടും അങ്ങനെ ഇന്ന ഒരു വർഷം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം, അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം എന്ന് പറയാനില്ല. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പാട്ടുകൾ അങ്ങനെയല്ലേ. ഇപ്പൊ സാറിന്റെ കുറെ പാട്ടുകൾ അൺപ്ലഗ്ഡ് വേർഷൻസ് വരുന്നുണ്ട്. അതുപോലെ പുതിയ ചിത്രങ്ങളിൽ ഇപ്പോൾ രേഖാചിത്രത്തിലാണെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ നാത്താൻ കേസുകളിലൊക്കെ ദേവദൂതർ പാടിയൊക്കെ ഇനിയും വരും. അത് ഇനിയും വരുന്നുണ്ട്. ഈ സെയിം പാട്ടാണോ? പാട്ടല്ല, കാതോരത്തിലെ പാട്ടുകൾ തന്നെ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പടമാണ്. ഞാൻ ഒരു കാര്യം ഐ ജസ്റ്റ് വാണ്ട് ടു സേ, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മുഴുവൻ നമ്മുടെ സീനിയേഴ്സാണ്. ഗ്രേറ്റ് ലെജൻഡറി മ്യൂസിഷ്യൻസ്, മ്യൂസിക് ഡയറക്ടേഴ്സ്. അവരെ ഞാൻ ലെജൻഡറി എന്ന് വിളിക്കും. അതിൽ ദേവരാജൻ മാഷും പെടും, ബാബുരാജും വരും, ദക്ഷിണാമൂർത്തി, ഇവരൊക്കെ അങ്ങനെ കുറേ പേര് നമ്മളുടെ സീനിയേഴ്സ് എല്ലാവരും ആ പഴയ തലമുറയിൽ. അപ്പോൾ ഇവരുടെ പാട്ടുകളൊക്കെ ഞാനിങ്ങനെ വല്ലാണ്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എൻ്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഞാനത് നമ്മളറിയാതെ കണ്ടൊക്കെ വരുന്നത് നല്ലതാണ്. അറിഞ്ഞുകൊണ്ടൊരിക്കലും ഒരു സാധനവും ഞാൻ അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോയ നമ്മളുടെ പഠനങ്ങൾ മുഴുവൻ ആ പഴയ പാട്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക,
അറിയാതെ വരുന്ന ഇത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമുള്ള, അത് പാട്ടിൻ്റെ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ ഫ്ലേവർ വന്ന് പോകുന്നതല്ലാണ്ട്. പക്ഷേ ഐ ആം വെരി അറ്റമെൻറ്റ്, ഇതിനു മുമ്പ് കേട്ട രീതിയിലായിരിക്കരുത് എൻ്റെ പാട്ടെന്ന് വളരെ നിർബന്ധമുണ്ട്. അതിൽ ആ പാട്ട് മാത്രമല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയാലും ശരി, അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി. പാട്ടുകാർ പാടും, അപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള പാട്ടുകാർ പാടുമ്പോൾ അവർ 100 പാട്ട് ഒരു ദിവസം 10-12 പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഇല്ല. അപ്പോൾ ആ പാട്ടുകൾ അവരൊരു സ്റ്റുഡിയോയിൽ പോയി വേറൊരു പാട്ട് പാടി, തെലുങ്ക് പാടി, പിന്നെ ഹിന്ദി പാടി, തമിഴ് പാടി, നമ്മളുടെ അവിടെ വരുമ്പോൾ അവർ പാടിക്കൊണ്ടിരുന്ന പാട്ടുകളുടെ സാധനങ്ങൾ അവർക്ക് സ്ഥിരമായിട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്കിതൊന്ന് മാറ്റാം. നോർമലി ദെൻ ഇറ്റ് ബിക്കംസ് എ ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ. എല്ലാത്തിനും ഒരു ന്യൂ ഇൻ്റർപ്രിട്ടേഷൻ വരണം എന്ന് നിർബന്ധമുണ്ട്. അത് അന്ന് കാലത്തുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ ടോട്ടലി ന്യൂ ആയിട്ട് അപരിചിതമായിട്ടുള്ളൊരു പുതിയ സാധനം ചെയ്തു കഴിഞ്ഞാൽ ജനം പെട്ടെന്ന് സ്പീഡാണല്ലോ, പെട്ടെന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനൊന്നും മടിക്കും. അവന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണം. പഴയ പാട്ടോ ഏതെങ്കിലും ഒരു പാട്ടായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഹി വിൽ സ്ട്രഗിൾ. അപ്പോൾ അത് അവിടെ കിടക്കും ആ പാട്ട്. അങ്ങനെ കുറേ നല്ല പാട്ടുകൾ എനിക്ക് ഭാഗ്യക്കേട് കൊണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് സമയത്ത് മ്യൂസിഷ്യൻസ് എല്ലാവരും ഇതിൻ്റെ ആ ഒരു പ്രത്യേകത കാരണം ഒരുപാടൊക്കെ നമ്മളോട് അപ്രീഷിയേറ്റ് ചെയ്തു, അവരിഷ്ടപ്പെടുന്നു. അവിടെ നമ്മളുടെ ഇഷ്ടം കഴിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഞാൻ പാട്ട് കേൾക്കാറില്ല എന്ന് പറയേണ്ടത്. കാരണം ഇത് എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ. ടെൻഷനല്ല, എന്നാലും ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. അപ്പോൾ ഇങ്ങനെ പാട്ടുകൾ ഞാൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ തലമുറയിൽ ഞാൻ കണ്ട ഒരു പ്രതിഭാസം, നമ്മളന്ന് തഴയപ്പെട്ട ഒരുപാട് എൻ്റെ പാട്ടുകൾ ഇന്നത്തെ കുഞ്ഞുങ്ങളെടുത്തിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പാടുന്നു കവറുകളായിട്ട്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ദാസേട്ടനും ചിത്രയൊക്കെ പാടി ഗംഭീര പാട്ടുകൾ അന്നത്തെ രീതിയിലൊക്കെ. പക്ഷെ ഇവർ പാടുമ്പോൾ ആ പാട്ടുകൾ ഇവർ സെലക്ട് ചെയ്ത് പാടുമ്പോൾ അതെല്ലാം വീണ്ടും അതിനൊരു പുനർജന്മം കിട്ടിയ പോലെ വരികയാണ്. വിചാരിക്കുന്നതൊക്കെ വീണ്ടും വന്നു. അപ്പം നമ്മൾ കുഴപ്പമില്ല, നല്ലത് ചെയ്യാം. ഇനിയുള്ള തലമുറയോട് ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ലത് ചെയ്തു, ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും. ഇതാണ് എപ്പോഴും നല്ലത് ചെയ്യാൻ നോക്കുക. അത് ഇന്ന് ചിലപ്പോൾ വിൽക്കില്ലായിരിക്കാം, പക്ഷെ നാളെ അത് വാങ്ങിക്കാൻ ആൾ വരും എന്നുള്ളതിന് ഉറപ്പ്. അത് ഐ ഹാവ് വിറ്റ്നസ്ഡ്. ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, ഇപ്പോൾ സാറിൻ്റെ പല പാട്ടും വീണ്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വരാനിരിക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ? അങ്ങനെ ഇപ്പം നീയൻ സർഗ സൗന്ദര്യം ഇപ്പോൾ ഒരു പടത്തിൽ ഒരു ഹീറോ, ഞാനായിട്ട് അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു പടമാണ്. അതിൽ ഫുൾ ആ പാട്ട് ഒരു ഗായകനാണ് അതിലത്തെ ഹീറോ. അല്ല, ഗായകൻ എന്നുള്ളത് പുള്ളി ഒരു പോലീസുകാരനൊക്കെയാണ്. പക്ഷെ പുള്ളിക്ക് പാട്ട് ഭയങ്കര ക്രേസാണ്. ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം പോയിട്ട് ഗാനമേളകളിൽ പോയി പാടും. അങ്ങനെ പാടാനായിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടുന്നത് അവർ നല്ല മര്യാദയുള്ളവരായിരുന്നു. ആ ഡയറക്ടറും അവരൊക്കെ എന്നെ വിളിച്ചു, ഇങ്ങനെ ഞങ്ങൾ ഈ പാട്ട്, പിന്നെയും വേറെ ചില പാട്ടുകൾ പിന്നെ അതിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ പുതിയ പ്രൊജക്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. റിലീസ് ഇപ്പോൾ ഈ 2-3 പടം ഇപ്പോൾ റിലീസായി. മച്ചാൻ്റെ മാലാഖ റിലീസായ, അതിപ്പോൾ നൗ ഇറ്റ്സ് ഓൺ OTT പ്ലാറ്റ്ഫോം. അത് വിചാരിച്ച പോലെ അങ്ങോട്ട് വലിയ ഒരു സംഭവം ഒന്നും ഉണ്ടാക്കിയില്ല. അത്യാവശ്യം നല്ലൊരു പടം, കൊച്ചു പടം, ഫാമിലിക്ക് കാണാവുന്ന പടമാണ്. പക്ഷെ അത് ഇറങ്ങിയ സമയത്ത് പരീക്ഷയും മറ്റതൊക്കെ ആയിട്ട് അത് വിചാരിച്ച പോലെ അത് ക്ലച്ച് പിടിച്ചില്ല. ഇപ്പം ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായേനെ. വെക്കേഷനിലെ അതാണല്ലോ, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ? എല്ലാ സിനിമയും റിലീസിൻ്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം കാണും. എവറി മൂവി, അത് തമിഴും കാണും, എല്ലാം കാണും. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ കണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് ബേസിക്കലി ഇഷ്ടമായ സിനിമയാണത്. എനിക്ക് ബേസിക്കലി കാരണം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കഥ അതിൽ മെനഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ ദ ഫസ്റ്റ് പാർട്ട്. ഞാൻ സിനിമ ഓരോന്ന് കാണുന്നത് അപ്പോഴത്തെ അതിൻ്റെ അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിലാണ് ഞാൻ കാണുന്നത്. പഠനത്തിൻ്റെ ഭാഗമാണ്. എന്താണ് ഏത് പടവും കാണുന്നത്, കൊച്ചു പടവും കാണും, നല്ല പടവും ചെയ്ത പടം എല്ലാം കാണും. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും 1% എന്തെങ്കിലും പഠിക്കാനാണ്. അല്ലാണ്ട് ഞാനിത് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരുടെ പിള്ളേരുടെ ധാരണ ഞാൻ സിനിമ കാണുമ്പോൾ സിനിമ കണ്ടു തീർക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമ കാണുന്നത് എൻ്റെ ഒരു തൊഴിലായിട്ടാണ് പോയി കാണുന്നത്. സിനിമ കാണുന്നത് എന്താണ്, ഹൗ വി ഷുഡ് അപ്ഡേറ്റ് അത്. സോ ഐ വാച്ച് എവറി മൂവി. അതേപോലെ എമ്പുരാൻ കണ്ടു. അതിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അതിൻ്റെ ട്രailer കണ്ടിട്ടില്ല, അതിൻ്റെ ടീസർ കണ്ടിട്ടില്ല, അതിലത്തെ പാട്ടുകൾ കണ്ടില്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഐ എം ടോട്ടലി ഫ്രഷ് ആയിട്ട് കണ്ടു. എനിക്ക് പിന്നെ വേറെ തോട്ട്, ഞാനത് അവരെന്താണ് കാണിക്കുന്നത്, എന്താണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, അതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അത് ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമായി.
അപ്പൊ എന്തായാലും സാർ ചെന്നൈയിൽ ഒരുപാട് കാലം നിന്ന് ഇപ്പൊ നമ്മൾ തൃശ്ശൂർ വീണ്ടും സെറ്റിൽ ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരുപാട് സിനിമകളായിരിക്കുമല്ലോ, സിനിമകൾക്കുള്ള വർക്കായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി വീണ്ടും ഇപ്പൊ കരുതൽ ആൽബം ചെയ്തതുപോലെ ഒരുപാട് ആൽബങ്ങളിലും അതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ, ചെറുത് ഇൻ ദ സെൻസ് നല്ല ഒരുപാട് സിനിമയല്ലാത്ത വർക്ക്. ചെറുതും വലുതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ, യു വിൽ വണ്ടർ, യു നോ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ദാറ്റ് ഫിലിം. ഇറ്റ് ഈസ് എ ഫീച്ചർ ഫിലിം. അവാർഡിനൊക്കെ അയക്കും. ഇറ്റ് ഈസ് എ ഫീച്ചർ ഫിലിം. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് 12 lakhs. സിനിമയുടെ പേരായ പേര് കൃഷ്ണാഷ്ടമി. കൃഷ്ണാഷ്ടമി. ഡയറക്ടറുടെ പേര് അഭിലാഷ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതിന്റെ സബ്ജക്റ്റ് വൈലോപ്പള്ളി ശ്രീധര മേനോൻ. അദ്ദേഹം എൻ്റെ ക്ലാസ് ടീച്ചറാണ്, എൻ്റെ ഗുരുവാണ്. ഗുരു മീൻസ് സാഹിത്യത്തിലല്ല, എൻ്റെ ക്ലാസ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ടീച്ചറാണ്. ഒല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 8, 9, 10 അപ്പൊ ക്ലാസ്സിൽ കവിതയൊക്കെ ചൊല്ലായിരുന്നോ? മാഷ് വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടത്തോടു കൂടെ കാത്തിരിക്കുന്ന ഒരു മാഷായിരുന്നോ? ഇല്ല, ക്ലാസ്സിൽ കവിതയെ ചൊല്ലൂല്ല. സബ്ജക്ട് മലയാളമായിരുന്നോ പഠിപ്പിക്കുക? പുള്ളി ഹിന്ദിയാണ് പഠിപ്പിച്ചിരുന്നത്. ഹിന്ദി. പുള്ളിയല്ല, സ്കൂളിലെ അധികം ആൾക്കും ഇദ്ദേഹം വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ. നമുക്ക് മുറ്റത്തെ മൂലയ്ക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ ഡെയിലി കാലത്തേറ്റ മറ്റൊരു വടിയും പിടിച്ചിട്ട് കാലത്ത് സ്കൂളിൽ ഹെഡ് മാസ്റ്ററുടെ റൂമിൽ, ഹെഡ് മാസ്റ്ററാ മൈ ക്ലാസ് ടീച്ചർ പ്ലസ് ഹീസ് ഹെഡ് മാസ്റ്റർ ആൾസോ. 8ാം ക്ലാസ്സിലായിരുന്നു ക്ലാസ് ടീച്ചർ. ഇല്ല 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 ഇല്ല. പിന്നീട് ശ്രീധരമേനോന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാം, ആ തഴമ്പൊക്കെ. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇതിനു മുമ്പ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ദ ഓൺലി വൺ സോങ് ഓഫ് ഹിസ് ഒരു ഫിലിം സോങ് ആയിട്ട് എടുത്തു. മാടത്തക്കിളി മാടത്തക്കിളി പാടത്തെന്തു വിശേഷം. ഇത് വജ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്താണ്. മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ടീച്ചർ എന്നുള്ളൊരു അടുപ്പുണ്ടല്ലോ. ഇന്നുണ്ടായിരുന്നതിനേക്കാൾ ഭയങ്കര ആവേശമായിരുന്നു അന്ന്. ആദ്യത്തെ പ്രാവശ്യം ചെയ്യില്ലേ. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ മൊത്തം പടം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ നന്നാക്കി ചെയ്യണമെന്നുള്ള ഒരു എന്താ പറയാ ഒരു ഇതുണ്ട് ഉള്ളിലെ ഒരു, അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്. ഒരിക്കലും ചീത്തയാവരുത്, വളരെ വൃത്തിയായിട്ട് വളരെ സൂക്ഷ്മം. അപ്പോൾ എൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാളെന്താണിത്, അതായത് 12 ലക്ഷം രൂപ പടത്തിനാണെങ്കിൽ പാട്ടിന് എന്തുണ്ടാവും അറിയാലോ. പക്ഷേ ഇത് ഒരു 10-15 കോടി രൂപ ചെലവ് ചെയ്തെടുക്കുന്ന പടത്തിന്റെ പാട്ട് ചെയ്യുന്ന പോലെയാണ് ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് മൈ വേ ഓഫ്. ഒരു ഗുരുദക്ഷിണ കൂടിയാണ് സാറിനെ സംബന്ധിച്ചല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. അപ്പം എന്തായാലും സാറിന്റെ വരും പ്രൊജക്റ്റുകൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരുപാട് ഹിറ്റ് സോങ്സ് ഉണ്ടാവട്ടെ, പഴയ പാട്ടുകൾ വീണ്ടും റീമേക്ക് ചെയ്തിട്ടും അല്ലെങ്കിൽ അൺപ്ലഗ്ഡ് വേർഷൻ ആയിട്ടൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇനി തുടരട്ടെ. പിന്നെ ചെന്നൈയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് കൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമ അല്ലാത്തതായിട്ടുള്ള പാട്ടുകൾ കൂടെ കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. Thank you. Green Life Art Hub between Kottapuram Shiva Temple and Vaidudi Bhavan, Thrissur. Call 8129715520.